നമസ്കാരം, രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ വിശകലനം ചെയ്യാൻ പോകുന്നത് എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ 2017 നടന്ന LDC പരീക്ഷയുടെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക. ഷട്ട് ദ ഡോർ ഈസ് ഡാഷ് സെന്റൻസ്. ഷട്ട് ദ ഡോർ എന്ന് പറയുന്ന ഈ സെന്റൻസ് ഏത് തരത്തിലുള്ള സെന്റൻസ് ആണ്? എക്സ്ക്ലമേറ്ററി ആണോ, അസർട്ടീവ് ആണോ, ഇംപറേറ്റീവ് ആണോ, ഇൻട്രോഗേറ്റീവ് ആണോ? എക്സ്ക്ലമേറ്ററി എന്ന് വെച്ചാൽ സ്ട്രോങ് ഫീലിംഗ്സിനെ സൂചിപ്പിക്കുന്ന സെന്റൻസ്, അതായത് ശക്തമായ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്ന സെന്റൻസ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അസർട്ടീവ് എന്ന് പറയുമ്പോൾ ഒരു വസ്തുത അല്ലെങ്കിൽ പ്രസ്താവനയെ സൂചിപ്പിക്കുന്നത്. ഇംപറേറ്റീവ് എന്ന് പറയുമ്പോൾ ആജ്ഞ, ഉപദേശം അങ്ങനെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഇംപറേറ്റീവ്. ഇൻട്രോഗേറ്റീവ് എന്ന് പറയുമ്പോൾ ചോദ്യത്തെ സൂചിപ്പിക്കുന്ന വാക്യം. ഇവിടെ നോക്കുമ്പോൾ ഷട്ട് ദ ഡോർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഡറോ അല്ലെങ്കിൽ ഒരു കമാൻഡായിട്ടൊക്കെ നമുക്ക് എടുക്കാം. അതായത് ആജ്ഞയോ കൽപ്പനയായിട്ടൊക്കെ നമുക്ക് എടുക്കാം. അപ്പൊ അങ്ങനെയുള്ള സെന്റൻസുകളെ സൂചിപ്പിക്കുന്ന ഏതായിരിക്കും? ഇംപറേറ്റീവ് സെന്റൻസ് ആയിരിക്കും ഇംപറേറ്റീവ് സെന്റൻസ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പം ഷട്ട് ദ ഡോർ ഈസ് ആൻ ഇംപറേറ്റീവ് സെന്റൻസ്. നേരത്തെ ദ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ആൻ ഓയിൻമെന്റ്. ദ പേഷ്യന്റ് ഡാഷ് ഇറ്റ് അക്കോർഡിംഗ് ടു ഇൻസ്ട്രക്ഷൻ. പേഷ്യന്റ് അതെന്ത് ചെയ്തു? ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അത് ഉപയോഗിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, അഡ്മിനിസ്ട്രേറ്റഡ് ആണോ, അഡ്വൈസ്ഡ് ആണോ, ഇൻസ്ട്രക്റ്റഡ് ആണോ, അതോ അപ്ലൈഡ് ആണോ? ഇവിടെ എന്തായിരിക്കും ആൻസർ? അപ്ലൈഡ് എന്നായിരിക്കും. അതായിരിക്കും അപ്ലൈഡ്. അത് അപ്ലൈ ചെയ്തു എന്ന് വെച്ചാൽ അത് പ്രയോഗിച്ചു എന്നർത്ഥത്തില്ല. ഇവിടെ തന്ന ആ ഓയിൻമെന്റ് പേഷ്യന്റ് ഇത് ഇവിടെ തന്നിരിക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് പ്രയോഗിച്ചു എന്നർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ അപ്ലൈഡ് എന്നുള്ളതാണ് ആൻസർ. അപ്പൊ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. അരുൺസ് ഫാദേഴ്സ് എൽഡസ്റ്റ് ബ്രദർ ഈസ് ഹിസ് ഫേവറേറ്റ്. എന്തായിരിക്കും? അങ്കിൾ ആയിരിക്കും. എന്തായിരിക്കും? അങ്കിൾ. ക്യാൻ യു ലെൻഡ് മീ എ പെൻ പ്ലീസ് എന്നൊരു ചോദ്യം. അതിന്റെ ആൻസർ എന്തായിട്ട് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ് ഹിയർ യു ആർ എന്നാണോ, യെസ് ഹിയർ യു എന്നാണോ, യെസ് ഹിയർ എന്നാണോ, അതോ യെസ് യു ക്യാൻ എന്നാണോ? അപ്പൊ എന്താ ഇവിടെ ആൻസർ? യെസ് യു ക്യാൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി നോക്കുക. ദ സ്പീക്കർ ഡ്രൂ ദ അറ്റൻഷൻ ഓഫ് ദ ഓഡിയൻസ് ഡാഷ് ദ ബേണിംഗ് ഇഷ്യൂസ്. ഇത് പ്രൊപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ നോക്കാം. ദ സ്പീക്കർ ഡ്രൂ ദ അറ്റൻഷൻ ഓഫ് ദ ഓഡിയൻസ് ഡാഷ് ദ ബേണിംഗ് ഇഷ്യൂസ്. ഇവിടെ ഇൻറ്റു വരുമോ, ടുവേഴ്സ് വരുമോ, ഫ്രം വരുമോ, ടു വരുമോ? ഇവിടെ എന്തായിരിക്കും ആൻസർ? ടു ആയിരിക്കും. എന്തായിരിക്കും? ടു. അപ്പൊ എങ്ങനെയായിരിക്കും? ദ സ്പീക്കർ ഡ്രൂ ദ അറ്റൻഷൻ ഓഫ് ദ ഓഡിയൻസ് ടു ദ ബേണിംഗ് ഇഷ്യൂസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. വൺ ഹു ടോക്സ് ഇൻ സ്ലീപ്പ് ഈസ്. ഒരാൾ ഉറക്കത്തിൽ സംസാരിക്കുകയാണെങ്കിൽ അയാളെ നമുക്ക് എന്ത് വിളിക്കാം? സോംനാംബുലിസ്റ്റ് എന്നാണോ, ഗറല്ലസ് എന്നാണോ, ക്രെഡിലസ് എന്നാണോ, അതോ സോംനി ലോക്വന്റ് എന്നാണോ? നമുക്ക് ആൻസർ എന്തായിരിക്കും? സോംനി ലോക്വന്റ് എന്നായിരിക്കും. എന്തായിരിക്കും? സോംനി ലോക്വന്റ്. സോംനാംബുലിസ്റ്റ് എന്തായിരിക്കും? ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയാണ് സോംനാംബുലിസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ വൺ ഹു ടോക്സ് ഇൻ സ്ലീപ്പ്, ഉറക്കത്തിൽ സംസാരിക്കുന്ന ആളിന് നമുക്ക് സോംനി ലുക്കന്റ് എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സോംനി ലോക്വന്റ് എന്നായിരിക്കും. ദ ട്രെയിൻ സ്റ്റാർട്ടഡ് ആഫ്റ്റർ വി ഡാഷ് ഫോർ അബൌട്ട് ആൻ അവർ. ഇത് ടെൻസുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അതായത് കഴിഞ്ഞ കാലത്തിൽ രണ്ട് ക്രിയകൾ നടക്കുകയാണെങ്കിൽ ആദ്യം നടന്ന ക്രിയ സിമ്പിൾ പാസ്റ്റിലും രണ്ടാമത് നടന്ന ക്രിയ പാസ്റ്റ് പെർഫെക്റ്റിലും ഉപയോഗിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു വെർബ് തന്നിട്ടുണ്ട്, സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന വെർബ്. അപ്പൊ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ഇനി വരേണ്ടത് എങ്ങനെയായിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം. ഇവിടെ തന്നിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഏതാ നോക്കുമ്പോൾ ഹാവ് ബീൻ പ്ലേഡ് എന്ന് പറയുന്നത് അത് പാസീവ് വോയിസ് ആണ് പ്രസന്റ് പെർഫെക്റ്റിന്റെ. ഹാവ് ബീൻ പ്ലേയിങ് എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. വേർ പ്ലേയിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഏതാണ്? ഈ ഹാഡ് പ്ലേഡ് ആണ്. എന്താണ്? ഹാഡ് പ്ലേഡ്. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ദ ട്രെയിൻ സ്റ്റാർട്ടഡ് ആഫ്റ്റർ വി ഹാഡ് പ്ലേഡ് ഫോർ അബൌട്ട് ആൻ അവർ എന്നുള്ളതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഹാഡ് പ്ലേഡ് എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ. ഹി വുഡ് നോട്ട് ഹാവ് ഫെയിൽ ഇഫ് ഹി ഡാഷ് ഇനഫ് മണി. അപ്പൊ ഇത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഇഫ് ക്ലോസ് നമുക്കറിയാം പൊതുവെ 4 തരമുണ്ട്. ഏതൊക്കെയാണ്? ഇഫ് ക്ലാസ് ഇൻ സീറോ കണ്ടീഷൻ, ഇഫ് ക്ലാസ് ഇൻ സിമ്പിൾ പ്രസന്റ്, ഇഫ് ക്ലാസ് ഇൻ സിമ്പിൾ പാസ്റ്റ്, ഇഫ് ക്ലാസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ്. ഇവിടെ ഇഫ് ക്ലാസ് എങ്ങനെ വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തിനെ ആശ്രയിച്ചായിരിക്കണം? നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ ഭാഗത്തെ ആശ്രയിച്ചിരിക്കും. ഇവിടെ വന്നിരിക്കുന്നത് എന്താ? വുഡ് നോട്ട് ഹാവ് എന്ന. വുഡ് ഹാവ് അല്ലെങ്കിൽ വുഡ് നോട്ട് ഹാവ് എന്നൊക്കെ വരികയാണെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ഇഫ് ക്ലാസ് എങ്ങനെയായിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം. അല്ല, അഥവാ പാസ്റ്റ് പെർഫെക്റ്റുള്ള ഇഫ് ക്ലാസിന്റെ ശേഷം വരുന്ന ഭാഗമാണ് വുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ വരേണ്ടത് എന്തായിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം.
ഇവിടെ തന്നിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നതാണ് ഈ ഹാഡ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ എന്താ, ഹാഡ് പ്ലസ് V3 എന്നാണ്. ഇവിടെ ഹാഡ് വന്നിട്ടുണ്ട്, പിന്നെ ഈ ഹാഡ് എന്ന് പറയുന്നത് എന്തിന്റെ V3 ആണ്, ഹാവിന്റെ V3. അപ്പോൾ ഹാഡ് പ്ലസ് ഹാഡ്. ഓക്കെ, അപ്പോൾ ഹി വുഡ് നോട്ട് ഹാവ് ഫെയിൽ ഇഫ് ഹി ഹാഡ് ഇനഫ് മണി എന്ന് ആൻസർ വരും. ഇനി അടുത്ത ചോദ്യം എന്താണ്, എ ഗവൺമെന്റ് കൺട്രോൾഡ് ബൈ ദ റിച്ച് വെൽത്തി, സമ്പന്നരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഗവൺമെന്റ് നമുക്ക് എന്ത് വിളിക്കാം എന്നാണ് ചോദ്യം. എന്തായിരിക്കും ആൻസർ, പ്ലൂട്ടോക്രസി എന്നായിരിക്കും. എന്തായിരിക്കും, പ്ലൂട്ടോക്രസി. ഇനി ഒളിഗാർക്ക് എന്ന് വെച്ചാൽ എന്തായിരിക്കും, എ ഗവൺമെന്റ് കൺട്രോൾഡ് ബൈ എ സ്മാൾ നമ്പർ ഓഫ് പവർഫുൾ പീപ്പിൾ ആണ് ഒളിഗാർക്ക് അല്ലേ. അപ്പൊ എന്താണ് ഒളിഗാർക്ക് എന്ന് വെച്ചാൽ, എ ഗവൺമെന്റ് കൺട്രോൾഡ് ബൈ എ സ്മാൾ നമ്പർ ഓഫ് പീപ്പിൾ ആണ് ഒളിഗാർക്കി. ഇനി അരിസ്റ്റോക്രസിയോ, എ ഗവൺമെന്റ് ബൈ നോബിൾ മെൻ ആണ് അരിസ്റ്റോക്രസി. പിന്നെ ഡെമോക്രസി എന്ന് പറയാമല്ലോ, എ ഗവൺമെന്റ് ബൈ പീപ്പിൾ, അതാണ് ഡെമോക്രസി. ഇവിടെ ചോദ്യം എ ഗവൺമെന്റ് കൺട്രോൾഡ് ബൈ ദ റിച്ച്, അതാണ് പ്ലൂട്ടോക്രസി എന്നാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ എ ബിഗ് ബഗ്. എ ബിഗ് ബഗ് എന്ന് പറയുന്ന ഇഡിയംസിന്റെ കറക്റ്റ് അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും, എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. എന്താണ്, എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്. റൈറ്റ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ എ ബിഗ് ബഗ്, അതായിരിക്കും എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ബിലോ ഈസ്. ഇവിടെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതേതായിരിക്കും, ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും, ഇതാണ് ഡിസ്ക്രിമിനേഷൻ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ദ ഓപ്പോസിറ്റ് ഓഫ് ഇന്നസെന്റ്. ഇന്നസെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും, ഗിൽറ്റി ആയിരിക്കും. ഏതായിരിക്കും, ഗിൽറ്റി. ദ ഓപ്പോസിറ്റ് ഓഫ് ഇന്നസെന്റ് ഈസ് ഗിൽറ്റി. ഇനി അടുത്ത ചോദ്യം, ദ റൈഡർ ഡാഷ് ഹിസ് ഹോഴ്സ് ടു വിക്ടറി. റൈഡ് എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. റൈഡ് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് എന്താണ്, റോഡ് എന്നാണ്. RODE, റോഡ്. ഓക്കെ, അപ്പം ദ റൈഡർ റോഡ് ഹിസ് ഹോഴ്സ് ടു വിക്ടറി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇനി വൺ ഓഫ് ദ മെൻ ഡാഷ് റീച്ച് ദ ടോപ്പ് ഓഫ് ദി മൗണ്ടൻ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വൺ ഓഫ് ദ മെൻ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് വരേണ്ട ഒരു വെർബ് ആണെങ്കിൽ ആ വെർബ് എപ്പോഴും എങ്ങനെയായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. എന്നാൽ വൺ ഓഫ് ദ മെൻ വന്നിട്ട് ഒരു റിലേറ്റീവ് പ്രൊനൗൺ വരികയാണ്. ഇപ്പൊ ഹു എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ വരികയാണെങ്കിൽ അതിനുശേഷം വരേണ്ട വെർബ് എങ്ങനെയായിരിക്കണം, പ്ലൂറൽ ആയിരിക്കണം. ഇവിടെ നമുക്ക് ഇവിടെ അങ്ങനെ ഹു ഒന്നുമില്ല. ഹു എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗണോ അല്ലെങ്കിൽ ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗണോ ഒന്നുമില്ല. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ ധൈര്യമായിട്ട് സിംഗുലർ ആയിട്ടുള്ള വെർബ് എഴുതാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സിംഗുലർ വെർബ് ഏതാണെന്ന് നോക്കിയാൽ മാത്രം മതി. ഇവിടെ ഒക്കെ വേർ പ്ലൂറലാണ്, ഹാവും പ്ലൂറലാണ്, ആറും പ്ലൂറലാണ്. പ്ലൂറൽ അല്ലാത്തത് ഏതാണ്, ഈ പറയുന്ന എ എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് ഹാസ് ആണ് ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള വെർബാണ് വരേണ്ടത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് വൺ ഓഫ് ദ മെൻ എന്ന് വന്നിട്ട് പിന്നെ ഒരു വെർബാണ് എഴുതേണ്ടി വരുവാണെങ്കിൽ നമുക്കവിടെ സിംഗുലർ എഴുതാം. എന്നാൽ വൺ ഓഫ് ദ മെൻ വന്നതിന് ശേഷം പിന്നെ ഒരു റിലേറ്റീവ് പ്രൊനൗൺ, ഇപ്പോൾ ഹു എന്ന് പറഞ്ഞ സംഭവം വരികയാണെങ്കിൽ അതിനുശേഷം നമ്മൾ പിന്നെ എന്ത് എഴുതാവും, പ്ലൂറലെ എഴുതാവും. ഇവിടെ വൺ ഓഫ് ദ മെന്നിന് ശേഷം അങ്ങനെ ഹു ഒന്നും ഇല്ല. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ സിംഗുലർ ആയിട്ടുള്ള സംഭവം നമുക്ക് എഴുതാം. അതായത് ഹാസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് എങ്ങനെ എഴുതേണ്ടത്, എങ്ങനെയാണ് തന്നിരിക്കുന്നത്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആകണം, നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആവണം. ഇവിടെ നോക്കുമ്പോൾ ഹാസ് ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗായി നമ്മൾ നോക്കുക. ഇവിടെ നെഗറ്റീവായിട്ട് വന്നിരിക്കുന്ന ഏതൊക്കെയാ, ഈ എയും സിയുമാണ്. ഇത് രണ്ടും പോസിറ്റീവ് ആയിട്ടുള്ളതാണ്, നമുക്കിത് വേണ്ട. ഓക്കെ, നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗാണ് വേണ്ടത്. ഇനി അതിലെങ്ങനെ വരും, അതിൽ നോക്കുക, സഹായക്രിയ ഹാസ് ആണ്. ഹാസിന്റെ കൂടെ നോട്ടിന്റെ ചെറിയൊരു ഇൻഡ് ചേർക്കണം. അപ്പൊ ഹാസിൻഡ് പിന്നെ ഷീ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഹാസിൻഡ് ഷീ. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും, ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റുക. അപ്പം ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്, ഹാസിൻ ഷീ എന്ന് വരും. ഇനി ഹി ഓർഡേഡ് ഹിസ് സെർവൻറ്റ്. അപ്പൊ ഇത് ഇംപറേറ്റീവ് സെന്റൻസിന്റെ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഹി ഓർഡേഡ്, അങ്ങനെ ഓർഡേഡ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരേണ്ട വെർബ് എങ്ങനെയായിരിക്കണം, ടു ഇൻഫിനിറ്റീവിലോ അല്ലെങ്കിൽ നോട്ട് ടു, ടൂവിലോ അല്ലെങ്കിൽ നോട്ട് ടു എന്ന് പറഞ്ഞിട്ടായിരിക്കണം തുടങ്ങണം. ഇവിടെ നോക്കുമ്പോൾ ഈ എയും സിയും ഡിയും ദാറ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടത് എങ്ങനെയാണ്, ടു പ്ലസ് വെർബ് എന്നാണ് വരേണ്ടത്. അതിങ്ങനെ വന്നതിന് ശേഷം ഒരു ഇംപറേറ്റീവിന്റെ വെർബ് വന്നു കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് എങ്ങനെയായിരിക്കണം, ടു പ്ലസ് വെർബ് എന്നായിരിക്കണം, അല്ലെങ്കിൽ നോട്ട് ടു പ്ലസ് വെർബ് എന്നായിരിക്കും. ടുവോ അല്ലെങ്കിൽ നോട്ട് ടു. ഇവിടെ നമുക്ക് ടു പ്ലസ് വെർബ് ഉണ്ട്, ഏതാ, ടു ഗോ ഹോം. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്തായിരിക്കും,
ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ വരും ഹി ഓർഡേഡ് ഹിസ് സെർവൻറ്റ് ടു ഗോ ഹോം എന്ന് വരും. അതായത് നമ്മുടെ റിപ്പോർട്ട് സ്പീച്ചിൻ്റെ മായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് അങ്ങനെ ഒന്നും ചോദിക്കാതെ ഇങ്ങനെ അങ്ങ് തന്നിരിക്കുകയാണ്. അതായത് റിപ്പോർട്ട് ചെയ്ത രീതിയിൽ അങ്ങ് തന്നിരിക്കുകയാണ്. ഓക്കെ, ബാക്കി ഭാഗം നമ്മൾ പൂരിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഓർഡർ, അഡ്വൈസ്ഡ്, അങ്ങനെയുള്ള ഇംപറേറ്റീവ് ആയിട്ടുള്ള വെർബുകളുണ്ടല്ലോ, കമാൻഡഡ്, റിക്വസ്റ്റഡ്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് വരേണ്ടത് ഒന്നുകിൽ നോട്ട് ടു എന്നായിരിക്കണം, അല്ലെങ്കിൽ ടു പ്ലസ് വെർബ് എന്നായിരിക്കണം. ഇവിടെ നോട്ട് ടു എന്നൊന്നുമില്ല, പിന്നെ എന്തേ ഉള്ളൂ, ടു പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇവിടെ കറക്റ്റ് ആൻസർ ടു ഗോ ഹോം എന്നായിരിക്കും. ഓക്കെ, ടു ഗോ ഹോം. ഇനി അടുത്ത ചോദ്യം എന്താ, ദ ലീവ്സ് ഡാഷ് ആസ് ദ വിൻഡ് ബ്ലൂ. കാറ്റടിച്ചപ്പോൾ ലീവ്സ് എന്ത് ചെയ്തു, പരസ്പരം ഉരസി എന്നർത്ഥത്തില്ല. അതിന്റെ അർത്ഥം എന്തുവാ, റിസൾട്ട് എന്നാണ്. എന്താണ് റിസൾട്ട്? ഇവിടെ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ദ ലീവ്സ് റിസൾട്ട് ആസ് ദ വിൻഡ് ബ്ലൂ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്തത് ഒരു പ്രൊവേർബ്സുമായി ബന്ധപ്പെട്ട സംഭവമാണ്. എന്താണ്, എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബഷ്, അല്ലേ? എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇത് അടുത്ത ദ മാരേജ് പാർട്ടി ഡാഷ് അറ്റ് ഡോൺ. ഇവിടെ മാരേജ് പാർട്ടി എന്താ, യാത്ര തിരിച്ചു എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അപ്പൊ യാത്ര തിരിക്കുക എന്നുള്ളതിന്റെ ഫ്രേസൽ വെർബ് ഏതാണ്, സെറ്റ് ഓഫ് എന്നാണ്. എന്താണ് സെറ്റ് ഓഫ്? അപ്പൊ ടു സ്റ്റാർട്ട് എ ജേണി, അതാണ് സെറ്റ് ഓഫ്. അപ്പൊ ദ മാരേജ് പാർട്ടി സെറ്റ് ഓഫ് അറ്റ് ഡോൺ എന്നാണ് ഇവിടെ പറയുക. ഇനി ദ പ്രസിഡന്റ് വാസ് സ്പെഷ്യലി ഹാപ്പി ടു വിസിറ്റ് ദ സ്കൂൾ ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് അൽമ മാറ്റർ, അല്ലെ? മാതൃവിദ്യാലയം എന്നുള്ളതാണ് അൽമ മാറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പ്രസിഡന്റ് വാസ് സ്പെഷ്യലി ഹാപ്പി ടു വിസിറ്റ് ദ സ്കൂൾ. പ്രസിഡന്റ് വളരെ സന്തുഷ്ടനായിരുന്നു ആ സ്കൂൾ സന്ദർശിക്കാൻ. ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് അൽമ മാറ്റർ, കാരണം എന്താ, അദ്ദേഹത്തിന്റെ മാതൃവിദ്യാലയം ആയിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഈ പറയുന്ന ജില്ലകളിൽ, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ നടന്ന 2017 LDC പരീക്ഷയിൽ ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നമ്മളിവിടെ വിശകലനം ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുള്ള വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, രഞ്ജിത്ത് എക്സാം ടിപ്സ് എന്നുള്ളത്. ആ ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് അവിടുത്തെ ക്ലാസ്സും കൂടെ കാണാൻ കഴിയുന്നതാണ്. അവിടെ ഞാൻ ഇംഗ്ലീഷ് ഒഴികെ മറ്റുള്ള വിഷയങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.